ദുരഭിമാന കൊല എന്ന ജാതിക്കൊല. എത്ര തന്നെ മാറി എന്ന് പറഞ്ഞാലും ചിലതിൽ മാറാതെ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യ. എടുത്തു പറഞ്ഞാൽ ജാതിയും മതവും അന്തസ്സിന്റെ ഭാഗമായി കാണുന്നവർ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കാലങ്ങൾക്ക് മുന്നേ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും ഇന്നും അവ മുന്നോട്ട് നീങ്ങുന്നു. ജാതിയിൽ എന്തു കാര്യം, മനുഷ്യനായാൽ പോരെ എന്ന വീരവാദം വിളമ്പുന്നവർ വീടിനുള്ളിൽ തോലഴിച്ച ചെന്നായ്ക്കളാകുന്നു. മതങ്ങളെ വെട്ടിമുറിക്കുന്ന പ്രണയങ്ങളും സൗഹൃദങ്ങളും പുതുമോടി പകരുന്നെങ്കിലും ഒടുവിൽ അന്തസ്സിന്റെ പേരിൽ അവ കണ്ണീരിലും രക്തത്തിലും അവസാനിക്കുന്നു. എടുത്തു പറഞ്ഞാൽ താഴ്ജാതി യുവാവിനെ വിവാഹം കഴിച്ച മേൽജാതി സ്ത്രീക്ക് തന്റെ നെറ്റിയിലെ സിന്ദൂരം വിയർപ്പിൽ കുതിർന്നു ഒഴുക്കി രക്തത്തുള്ളികളായി നിലം പതിക്കേണ്ടി വരുന്നു. ജാതി എന്നത് ഒരു കൊലയാളിയും മനുഷ്യൻ അതിന്റെ ഇരകളും മാത്രമാകുന്ന അവകാശങ്ങളെയോ അധികാരങ്ങളെയും ഇല്ലാതാക്കാൻ മാത്രമല്ല, ജീവിക്കാൻ പോലും മനുഷ്യനെ അനുവദിക്കാത്ത മതവേർതിരിവ്. അത്തരത്തിൽ സഹതാപത്തിന്റെയും നിഷ്കളങ്കതയുടെയും കണ്ണുകൾ കൊണ്ട് നമ്മൾ എല്ലാവരും നോക്കിക്കണ്ട കേരളത്തിലെ ആദ്യ ദുരഭിമാന കൊലയായിരുന്നു കെവിന്റെ ദാരുണക്കൊല. താഴ്ന്ന ദളിത് കുടുംബത്തിൽ ജനിച്ച കെവിന്റെ മരണത്തിനു കാരണമായത് ഉയർന്ന ക്രൈസ്തവ കുടുംബത്തിലെ പെൺകുട്ടിയെ സ്നേഹിച്ചതിന് ഉള്ള ശിക്ഷ. താഴ്ന്ന ജാതിയിലുള്ള വ്യക്തിയെ വിവാഹം കഴിക്കുന്നതിലും കുടുംബാഭിമാനവും അന്തസ്സുമാണ് വലുത്. പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനുമാണ് ഭർത്താവിനെ കൊന്നതെന്നും കരഞ്ഞുകൊണ്ടാണ് പെൺകുട്ടി കോടതിയിൽ പറഞ്ഞത്. കെവിന്റെ മാതാപിതാക്കളെ മരണം വരെ സംരക്ഷിച്ചു കൊള്ളാമെന്നും പെൺകുട്ടി കോടതിയിൽ സമ്മതിച്ചു. ബാംഗ്ലൂരിൽ പ്രണയിച്ച യുവാവിനൊപ്പം ഒളിച്ചോടിയ പെൺകുട്ടിയെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി പിതാവ്. രക്തബന്ധത്തെ മറക്കുന്ന ദുരഭിമാനം. കേരളത്തിലെ മറ്റൊരു ദുരഭിമാന കൊല. കമ്പിവടി കൊണ്ട് കൈക്കാലുകൾ തല്ലിയൊടിച്ച ശേഷം വിഷം കൊടുത്ത മകൾ 10 ദിവസത്തെ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ശേഷം മരണത്തിന് കീഴടങ്ങി. അങ്ങനെ എണ്ണിയാൽ തീരാത്ത കൊലപാതകങ്ങൾ. ഫാത്തിമയും ആതിരയും കെവിനും എല്ലാം ഇവിടെ ദുരഭിമാനത്തിന് സാക്ഷികളാണ്. മനുഷ്യത്വത്തെ മരവിപ്പിച്ച് സമൂഹത്തിൽ മാനവികതയുടെ ഒരു തലമുറ ഇനി അപ്രതീക്ഷിതമെന്ന് മാത്രം.